ഹായ്, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ചെറിയാൻ ഫിലിപ്പ് മുതിർന്ന ഒരു കോൺഗ്രസ് നേതാവാണ്. എന്നാൽ ഇന്നലെ ഒരു അക്കടി അയാൾക്ക് പറ്റിയിട്ടുണ്ട്. അക്കടി എന്ന് പറയില്ല, അക്കടി പിന്നെ പറ്റിച്ചതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നിയമസഭാ മണ്ഡല യോഗത്തിൽ പങ്കെടുക്കാൻ വന്നൊരു കൊല്ലം MLA ബിന്ദു കൃഷ്ണ, അവർ വന്ന ഉടനെ അവർ കാറിൽ നിന്ന് ഇറങ്ങുന്നു. അവർ വരുന്ന വഴിക്ക് തന്നെ എല്ലാവർക്കും കൈകൂപ്പി, അതായത് നമസ്കാരം പറയാണ്. കാരണം എന്താണ്, അതായത് ഒരു ബഹുമാന സൂചകമായിട്ടുള്ള നമസ്കാരം. നമ്മളാണെങ്കിലും കൈകൂപ്പുമല്ലോ. ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് ഇറങ്ങുമ്പോൾ കൈകൂപ്പൊന്നും നേട്ടില്ല. അല്ലെങ്കിൽ ജഡ്ജി കോടതി വന്നു കഴിഞ്ഞാൽ ജഡ്ജി ആ കോടതി തുടങ്ങുന്നതിൻ്റെ മുമ്പായിട്ട് കൈകൂപ്പെന്ന് കണ്ടിട്ടില്ലേ? അതൊരു ബഹുമാന സൂചകമാണ് എന്ന് പറഞ്ഞ പോലെയാണ് ഈ ബിന്ദു കൃഷ്ണ ഒരു കൂപ്പിയത്. ആ കൂപ്പുന്നത് ചെറിയാൻ ഫിലിപ്പ് ആ സമയത്ത് നല്ല മുതലാക്കി എന്ന് പറഞ്ഞാൽ ബിന്ദു കൃഷ്ണനെ കയറി അങ്ങ് കെട്ടിപ്പിടിക്കുന്നു. അപ്പോഴേക്കും അവർ തട്ടി മാറ്റി തടഞ്ഞു ഒഴിഞ്ഞു മാറുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്കൊരു ഇത് വില നിലയൊക്കെ ഉണ്ടെന്ന്. അപ്പം അത് എന്താണെന്ന് അറിയാൻ. അപ്പോൾ അത് അങ്ങനെയുള്ള പരിപാടിക്കൊന്നും ആരും പോകരുത്, വെറുതെ നാറിയതും ബാക്കി. അപ്പം അവർക്ക് ഇങ്ങോട്ട് താല്പര്യമില്ല, പിന്നെ അങ്ങോട്ട് എന്തിനാണ് വെറുതെ പോയി കെട്ടിപ്പിടിക്കാൻ നിൽക്കുന്നത്? അവരുടെ ബഹുമാനപൂർവ്വമായിട്ട് അവർ കൈകൂപ്പി കാണിച്ചു. അതായത് അത് ഒരു ബഹുമാനമാണ് ഈ കൈകൂപ്പി കാണിക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് ഏറ്റവും വലിയ ബഹുമാനം. പിന്നെ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ ആരാണ് വില്ലനായത്? ചെറിയാൻ ഫിലിപ്പാണ്. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. നീ ഇത്രല്ലേ കണ്ടുള്ളൂ, അങ്ങോട്ടൊന്ന് നോക്കിയേ. കഷ്ടം. ഉളുപ്പുണ്ടോ? ചിരിയെങ്കിലും വിവരം ഉണ്ടോടാ, നാണം കെട്ടവരെ. നാണല്ലോ തനിക്ക് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ. ബേസിക്കലി മൊത്തത്തില് എല്ലാ കാര്യത്തിലും അല്പം നാണക്കുറവുള്ള പാർട്ടിയാണ് ഞാൻ. എന്താലേ അവനാ ശുഷ്കാന്തി കണ്ട പോലെയാ. ഒത്തില്ല ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക. നിനക്കെന്താ ഈ ചോറല്ലേ കഴിക്കുന്ന? വിവരം ഇല്ലേ? പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. ഇതാണ് ഇന്നലെ അവിടെ ഉണ്ടായത്. വെറുതെ അവനവൻ വടി കൊടുത്ത് അടി വാങ്ങുക എന്നൊക്കെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ പോലുള്ള ഒരു പരിപാടിയാണ് ഈ ചെറിയാൻ ഫിലിപ്പ് ചെയ്തത്. എന്തായാലും ഇപ്പം ഒന്ന് രണ്ട് പിന്നെ യൂട്യൂബിലൊക്കെ ഞാൻ ഈ വാർത്ത കണ്ടു. ഇപ്പം ലാസ്റ്റ് വിവാദമായത് എന്താണെന്ന് വെച്ചപ്പോൾ ചെറിയാൻ ഫിലിപ്പിൻ്റെ പേരിൽ കേസാണ്, മനസ്സിലായില്ലേ? അതായത് അവമാനിക്കാൻ ശ്രമിച്ചു എന്നുള്ള കേസിൽ. കാരണം അയാൾ സന്തോഷപൂർവ്വം കാണിച്ചതാണെന്ന് അയാൾ പറയുന്നു. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടാൾക്കും ഒരു താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇത് അവർക്ക് താല്പര്യമില്ല, ഇയാൾക്കാണ് താല്പര്യം. ഇയാൾക്ക് ഭയങ്കര സന്തോഷം അടക്കാൻ പറ്റാത്ത രീതിയിലാണ് അവരെ പോയി കെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ തട്ടി മാറ്റുകയാണ്. അത് വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. അത്ര ആൾക്കാരുടെ മുന്നിൽ നിന്ന് അവരവരുടെ മാനം രക്ഷിക്കുകയാണ് ചെയ്തത്. പക്ഷേ എന്തായാലും ഇപ്പോൾ കേസായി, പണി പാളി പോയാലായി, മനസ്സിലായില്ലേ? പണി പാലും വെള്ളത്തിലും കിട്ടിയെന്ന് പറഞ്ഞ പോലുള്ള ഒരു പരിപാടിയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്, മനസ്സിലായില്ലേ? അത് ഇപ്പം അയാൾക്കിപ്പോൾ അത് ചെയ്യണ്ടായിരുന്നു എന്നൊക്കെ തോന്നുന്നുണ്ട്, മനസ്സിലായില്ലേ? ഇപ്പം പണി പാളിയതാണ്. അപ്പോൾ ഇനിയെങ്കിലും ചില സഖാക്കന്മാരെ, അധിക സഖാക്കന്മാരാണ് മാർഗത്തിലായാലും ലീഗിലായാലും BJP-യിലായാലും കോൺഗ്രസ്സിലായാലും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മളോട് ഇങ്ങോട്ട് താല്പര്യമില്ലാത്ത ഒരാൾ അവർ കെട്ടിപ്പിടിക്കാൻ അവർക്ക് ആഗ്രഹമില്ല. പിന്നെ നമ്മൾ പോയിട്ട് അങ്ങോട്ട് കയറി കെട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ അത് വലിയൊരു പണി തന്നെ കേട്ടോ. പിന്നെ നമ്മൾ നാറിയത് തന്നെ. കാരണം എല്ലാവരും നമ്മളെ കുറ്റപ്പെടുത്തത്തുള്ളൂ. കാരണം ഇയാളിപ്പോൾ ഒരു വൃത്തിയായിട്ട രീതി പിടിച്ചെന്നുള്ള രീതിയിലാണ് ഇപ്പം ഈ കേസൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ചെറിയാൻ ഫിലിപ്പ് എന്നല്ല, ആരായാലും ഈ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കുക, മനസ്സിലായില്ലേ? അല്ലാതെ അതിനൊന്നും വലിയൊരു കാര്യമില്ല, കെട്ടിപ്പിടുത്തത്തിലൊന്നും, മനസ്സിലായില്ല? അപ്പോൾ അത് പറയാനായിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്തത്. അവനവൻ്റെ വില കളഞ്ഞിട്ടുള്ള ഒരു പരിപാടി നമ്മൾ ചെയ്യരുത്, മനസ്സിലായില്ലേ? അപ്പോൾ ഇതെല്ലാ സഖാക്കന്മാരും കുട്ടി സഖാക്കന്മാരും പിന്നെ അതിൻ്റെ ഇടയിലുള്ള സഖാക്കന്മാരും ഒക്കെ അറിയാനായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഇത്.
ഇപ്പോൾ പണി ആർക്കാണ് പണിയത്? ചെറിയാൻപിലിപ്പിന്. ഇപ്പോൾ ഇതിൽ വില്ലൻ ആരാണ്? ഇതിനകത്ത് വില്ലൻ ചെറിയാൻപിലിപ്പാണ്. മറ്റോള് നായികയാണ്. ആര്? നമ്മുടെ ബിന്ദു കൃഷ്ണ MLA. കാരണം അവരവരുടെ മാനം രക്ഷിച്ചു. അപ്പോൾ അവരാണ് അവിടെ സൂപ്പർ സ്റ്റാർ. മനസ്സിലായോ? വില്ലൻ പിലിപ്പുമായി പോയി. അപ്പോൾ ഇനിയെങ്കിലും അത്ര ക്യാമറയുടെ മുന്നിലൊക്കെ അയാൾ അങ്ങനെ കെട്ടിപ്പിടിച്ചപ്പോൾ ക്യാമറക്കാർ വരെ നോക്കി നിൽക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അയാളുടെ നാണവും മാനം അയാളുടെ വില കളയുന്ന ഒരു പരിപാടിയാണ് അയാൾ ചെയ്തത്. മനസ്സിലായില്ല? മനുഷ്യന്മാരായ കുറേയൊക്കെ നാണവും മാനം വേണമെന്നൊക്കെ നമ്മൾ പറയില്ല. എന്ന് പറഞ്ഞ പോലെ ചെറിയാൻപിലിപ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. നമ്മൾ ഒരു ആളെ ആശ്ലേഷിക്കുമ്പോഴോ ആരെങ്കിലും ചെയ്യുമ്പോഴോ അവർക്ക് ഇങ്ങോട്ട് അതേപോലെ റിയാക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇത് അവർക്കതൊന്നുമില്ല. നേരെ മറിച്ച് അവർ അങ്ങോട്ട് അതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അവിടെ ഒരു പ്രശ്നം വരുന്നില്ല. മനസ്സിലായില്ലേ? ഇപ്പം പണി പാടിയതായി. ഇനിയിപ്പോൾ ഇതിൻ്റെ പുറകിൽ എന്തൊക്കെ നൂലാമാലകൾ വരുമെന്നോ കേസ് വരുമെന്നോ അറിയത്തില്ല. ഇനിയിപ്പോൾ എങ്ങനെയാണെന്നുള്ളത് ഒത്തുതീർപ്പാക്കുമോ ഒന്നും അറിയത്തില്ല. അപ്പോൾ നമുക്കൊരു ഇതുണ്ട്, ആ രീതിയിൽ നിൽക്കത്തണം നമ്മുടെ സ്റ്റാൻഡേർഡിനനുസരിച്ച്. അതല്ലാതെ നാലാളുടെ മുന്നിൽ നമ്മൾ ഷൈൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളവിടെ ഷൈൻ ചെയ്യത്തില്ല, അവിടെ നമ്മൾ നാറത്തേ ഉള്ളൂ. ഇതാണിപ്പോൾ ഇവിടെ ഉണ്ടായ സംഗതി ഇത് തന്നെയാണ്. ഇന്നലെ ശീതളിൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ മനസ്സിൽ കരുതിയാണ്. അപ്പോൾ ആ ശീതൾ അതിൽ പറയുന്നുണ്ട്, അവർ എന്തെങ്കിലും കേസ് കൊടുക്കാതിരുന്ന ഭാഗ്യം, കേസ് കൊടുത്തു കഴിഞ്ഞാൽ പണി പാടില്ല. പക്ഷേ പറഞ്ഞതുപോലെ തന്നെ ആയി. പിന്നെ ഇന്നലെ വൈകുന്നേരത്തെ ഒരു ന്യൂസ് കണ്ടപ്പോൾ ഇത് രാത്രിത്തെ ന്യൂസാണ് ഞാൻ കണ്ടത്, രാത്രിയിലെ ന്യൂസ്. ഇതിപ്പം റിപ്പോർട്ടർ ചാനലിനാണെന്ന് തോന്നുന്നു, അവിടുന്ന് ഞാൻ കണ്ടതാണ് ഈ വീഡിയോ. മനസ്സിലായില്ല? ഇത് എല്ലായിടത്തും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പോകുന്നുണ്ട്. ചില യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ അടുത്ത് എത്തിയിട്ടുണ്ടാവും. ഇപ്പോൾ അടുത്തതായിട്ട് ഇനിയിപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം ഇത് എല്ലാ മുതിർന്ന നേതാക്കന്മാരും, തലനരച്ച നേതാക്കന്മാരും, മുത്തച്ഛന്മാരും മുത്തച്ഛന്മാരും ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളൊരാളെ അങ്ങോട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അതുപോലെ ഇങ്ങോട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ ഓക്കെ. അതങ്ങ് ഇങ്ങോട്ട് താല്പര്യമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അങ്ങോട്ട് മേഞ്ഞ് കയറി കെട്ടിപ്പിടിക്കാനോ അല്ലെങ്കിൽ ഷെയ്ക്കാൻഡ് കൊടുക്കാനോ അല്ല ഉമ്മ കൊടുക്കാനോ ഒന്നും പോകരുത്. ഈ ചെറിയാൻപിലിപ്പ് തന്നെ വേറൊരു ഷാനിമൂൾ ഉസ്മാനോ അവർ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവരെ കെട്ടിപ്പിടിക്കുന്ന ഒരു രംഗമുണ്ട്. അത് അവർക്ക് കുഴപ്പമില്ല, അവർ അതേപോലെ അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു വിഷയമായിട്ട് പോകുന്നില്ല. ഇപ്പോൾ ഈ വീഡിയോയിലിപ്പോൾ അതും നിങ്ങൾ കണ്ടല്ലോ. മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ. ഇത് സപ്പോർട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് വേണം. അത് അവർക്ക് കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ അവർ അതുകൊണ്ട് തിരിച്ചും ഇങ്ങോട്ടും റിയാക്ട് ചെയ്തു. മനസ്സിലായില്ലേ? അപ്പോൾ ശരി, എന്നാൽ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അപ്പോൾ ഇതുകൊണ്ട് എല്ലാവരും മനസ്സിലാക്കും. അതുകൊണ്ടല്ല, ഇതുകൊണ്ട് പാഠം പഠിക്കണം നമ്മൾ. ശരി, എന്നാൽ ഓക്കെ, ബൈ.